എവിടെ തിരിഞ്ഞാലും കൊട്ടും പാട്ടും ഉത്സവങ്ങളുടെയും ബഹളാണ്. ഇനിയുള്ള കുറച്ച് മാസങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആവുമല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത പൂരത്തിന് പോവാട്ടാ. പണ്ട് മുതലേ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്ന 3 ഉത്സവങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരെണ്ണമാണ് ഇത്. പക്ഷെ ഹൈവേ വന്നതോട് കൂടിയിട്ട് മറ്റേതോ രാജ്യത്ത് എത്തിപ്പെട്ട ഒരു അവസ്ഥ. പിന്നെ ഇരുട്ടത്തുള്ള പോക്ക്. ഇപ്പൊ പകൽപൂരങ്ങളുടെ എണ്ണൊക്കെ വളരെ കുറവാണ്. എല്ലാതും രാത്രിയിലാണ്. കാരണം എന്താണെന്ന് ഞാൻ പറയാണ്ട് തന്നെ അറിയാലോ. കാരണം എല്ലാ വരവുകളിലും ലൈറ്റ് വെച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോ ഞങ്ങൾ ഉത്സവം കാണാൻ പോണ സമയം എത്രയെന്ന് അറിയോ? സമയം 8:30ക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അമ്പലപ്പറമ്പിൽ നിൽക്കുന്നത്. പക്ഷെ ഇവിടെ ഒന്നും ആയിട്ടില്ല. അത്രമാത്രം തിരക്കാണ്. വരവുകളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്രാവശ്യത്തെ അമ്പലത്തിന്റെ എൻട്രൻസിലുള്ള ഗേറ്റ് ആണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ ബാക്കിയുള്ളതൊക്കെ സ്ഥിരം കാഴ്ചകളൊക്കെയാണ്. സ്ഥിരം എന്ന് മാത്രമൊന്നല്ല കേട്ടോ, വേറെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾ ഉത്സവത്തിന് കണ്ടിട്ടുണ്ട്. ഈ ലൈറ്റിന്റെ മുകളിൽ തന്നെ നോക്കി 2 സൈഡിൽ 2 ആൾക്കാർ ചെണ്ട കൂട്ടുന്നുണ്ട്. പിന്നെ വരവുകളൊന്നും അത്രമാത്രം അടുത്ത് പോയി കാണാനുള്ള ഉഷാറൊന്നും ഇല്ല കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, നല്ല തിരക്കാണ്, നല്ല പൊടിയാണ്, അത്യാവശ്യം മഞ്ഞുണ്ട്. അങ്ങനെ എങ്ങാനും ആ തിരക്കിൽ പെട്ട് ഉന്തും തള്ളും കൊണ്ട് ചെവിക്കൊരു കുത്തും കൂടിയും കിട്ടിക്കഴിഞ്ഞാൽ ഇതോടുകൂടി എന്റെ ഉത്സവം കാണലും കൊണ്ട് കഴിയും. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം കാണുന്നത് കേട്ടോ. ആർക്കെങ്കിലും ഇതിന്റെ പേരറിയെങ്കിലും ഒന്ന് പറയണേ. കണ്ടിട്ട് ഒരു പൂച്ചേനെ പോലെ കണ്ട് നമ്മൾ ചൈനയിലും തായ്ലാൻഡിലൊക്കെ ഫെസ്റ്റിവൽസിനൊക്കെ കാണുന്ന ഒരു സംഭവം പോലെ. എന്തോ അതിന്റെ പേരൊന്നും അറിയില്ല. അതിനിടയ്ക്ക് ഇത് ഏട്ടന്റെ ഫ്രണ്ടിനൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ട്. കാരണം നമ്മളെ നാടാണല്ലോ, നമുക്ക് ഒരുപാട് ആളെ കാണാൻ പറ്റും. ഇത് അമ്പലത്തിന്റെ ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. എല്ലാ വരവുകളും വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം അവിടെ നിന്ന് കളിക്കും. പണ്ടൊക്കെ ആണെങ്കിൽ അതിന്റെ അടുത്തായിരുന്നു ഞങ്ങളുടെ സ്ഥാനം. ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാനേ വയ്യ, അത്രമാത്രം തിരക്കാണ്. ഹൈവേ വന്നതോട് കൂടിയിട്ട് പൂരത്തിന് എന്താ തിരക്ക്. അതാ വരുന്ന അടുത്ത സംഭവം. ഇതില്ലാത്ത ഉത്സവ പറമ്പുകളൊക്കെ ഇപ്പൊ ചുരുക്കാണ്. കാരണം മൊത്തം ഇവനങ്ങണ്ട് ഏറ്റെടുത്തിരിക്കുന്നു. കാവടിക്കാരൊക്കെ ഏകദേശം കളിച്ച് തളർന്ന മട്ടാട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, പാടത്തുനിന്ന് അത്യാവശ്യം കളി കഴിഞ്ഞിട്ട് വരമ്പത്ത് കൂടെ കയറി പോവാണ്. ഇനി അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് അവരൊന്നും കൂടി കളിക്കുന്നുണ്ടാവും. അതിനിടയിൽ നന്നായിട്ട് പറന്നു വന്ന പേപ്പറിന്റെ ഇടയിൽ കൂടെ ആമി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടില്ലേ? ആ വരവിന്റെ അവിടെ നിന്ന് കുറച്ച് വിട്ടിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷെ അതൊക്കെ ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് നിറയെ മഴ പെയ്യണ പോലെ വരുന്നുണ്ടായിരുന്നു. ഇനിയുള്ളതൊക്കെ എല്ലാ ഉത്സവ പറമ്പിലുള്ള കാഴ്ചകൾ തന്നെ. ഐസ്ക്രീംകാരനും പൊരിക്കച്ചവടക്കാരനും ബാക്കി കച്ചവടക്കാരും ഒക്കെ. അതിലിടയ്ക്ക് ആമിയൊരു ഐസ്ക്രീമൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. തണുപ്പ് നമുക്ക് പറ്റാത്തത് കൊണ്ട് ഇപ്പോഴും ഞാൻ ഐസ്ക്രീം ഒന്നും കഴിക്കാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ ഈ തുറന്നു വെച്ചിരിക്കുന്ന സാധനങ്ങളിൽ നിന്നും ഒരു കഷ്ണം പോലും കിട്ടുമെന്ന് വിചാരിക്കേണ്ട. കാരണം പൊടിയാണ് മക്കളെ, പൊടി. ഇതിൻ്റെ ഇടയിലൊക്കെ തിക്കി തിരക്കി ഞങ്ങളെ മരിച്ചുകൊണ്ട് വീട്ടിൽ പോകാനായിട്ടൊരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ വിടുക, എപ്പോഴെങ്കിലൊക്കെ പുറത്തേക്ക് ഇറങ്ങണല്ലേ. ഇത് കണ്ടിട്ട് പോയാൽ മതി. കൊല്ലത്തിലാകെ 2-3 പൂരത്തിനല്ലേ പൂവളെന്നും പറഞ്ഞ് പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. ഞങ്ങൾ വരുന്നതിന്റെ മുന്നേ തന്നെ ഒരുപാട് വരവുകളൊക്കെ വന്നു പോയിട്ടുണ്ട് കേട്ടോ. തെയ്യം തിറയും അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ അതൊന്നും കാണാൻ പറ്റില്ല. അതൊക്കെ പകൽ വെളിച്ചത്തിലായിരുന്നു. ഞങ്ങൾ രാത്രിയാണല്ലോ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇത് ഇനിയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാലത്ത് വളരെയധികം ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം കേട്ടോ. മുകളിൽ അതാ വരുന്നത്. ഒരു ശിവനൊക്കെ നീറ്റിക്കണ കണ്ടില്ല. അത് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മളിപ്പോൾ വെടിക്കെട്ടൊക്കെ ഒഴിവായതിനു ശേഷം ഫാൻസി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇനി വീട്ടിൽ. അപ്പം ഇനി അടുത്ത ഉത്സവപ്പറമ്പിലോ കാണാം. അത്രയേ ഉള്ളൂ. ബൈ.